എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്രാടം, ഒന്നാം ഓണം. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഓണാശംസകൾ. നാളെ തിരുവോണം. തിരുവോണത്തിന് അടിപൊളി ഇഞ്ചിത്തേൽ അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും. അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ടു നോക്കാം. ഇഞ്ചിക്കറി ഇല്ലാതെ എന്ത് ഓണസദ്യ ഇല്ലേ? ആവശ്യത്തിനുള്ള ഇഞ്ചി ചിരണ്ടി കഴുകി അരിഞ്ഞെടുത്തു. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് കോരാം. ഇഞ്ചി മൂത്തു. ഇത് കോരിയെടുത്ത് പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇഞ്ചി വറുത്ത എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടു. ഉലുവ മൂത്തു. 1/4 ടീസ്പൂൺ കടുക്. ഉലുവ, കടുക് ഇതൊക്കെ പൊട്ടി ഇതിലേക്ക് 5 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞു. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി കുതിരാൻ വെച്ചിരുന്നു. ഇത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം. വാളംപുളി പിഴിഞ്ഞ് അരിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് നന്നായി തിള വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കര പൊടിയും ചേർത്ത് നന്നായി തിളച്ച കുറിയതിന് ശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി തീ ഓഫാക്കാം. സ്വാദിഷ്ടമായ പുളി ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി. ഇഞ്ചിക്കറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, അടിപൊളി. തിരുവോണത്തിന് കൂട്ടാനായിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ തയ്യാറാക്കൂ. അരമണിക്കൂർ കൊണ്ട് റെഡിയാകും. തിരുവോണത്തിന് എല്ലാ ഉപ്പേരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കിയോ? ഞാനിവിടെ ശർക്കര വരട്ടി, ചീട, ഏത്തക്ക വറുത്തത്, ചക്ക വറുത്തത്, ഇത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അത്ര എല്ലാ വറുത്ത സാധനങ്ങളും ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ഓക്കേ.